സ്വന്തം ചേച്ചിയുടെ കല്യാണം മുടക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? അച്ഛാ ഞാനല്ല. നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. മോൾ IT ഫീൽഡാണ് വർക്ക് ചെയ്യണല്ലേ? അതെ അതെ, ക്യാമ്പസ് സെലക്ഷൻ വഴി കയറിയതാ. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണേ. ചെറുപ്പം മുതൽ അവൾ പഠിക്കാൻ മിടുക്കായിരുന്നു. അതുകൊണ്ട് അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ചാന്ദിനെ പോലുള്ള കുട്ടികളെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒറ്റ മോനാ, അതുകൊണ്ട് തന്നെ തങ്കം പോലൊരു കുട്ടിയെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ്. നമുക്ക് ഈ മാസത്തിൽ തന്നെ എൻഗേജ്മെൻറ്റ് നടത്തിയാലേ അടുത്ത വർഷം ലീവിന് വരുമ്പം നമുക്ക് കല്യാണവും നടത്താം. മോൾ എന്ത് പറയുന്നു? മോളെ മോളെ തന്നെ. അതിപ്പോ ഞങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവളും ഓക്കെയാണ് അല്ലേ മോളെ? അല്ല, ഇളയ മോളെ കണ്ടില്ലല്ലോ. അത് അതേ, അവൾക്ക് അടുത്ത ആഴ്ച എക്സാം ആണ്. അതുകൊണ്ട് ക്ലാസ് മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ പോയിരിക്കുകയാണ്. അതോ വന്നത് പോലെ വാഴ വീണ്ടും, ഇതോ ഇന്നാളുകൾ പോലെ വാഴ വീണ്ടും. നീ ഈ സ്പീഡിൽ പോയാലേ ഇന്റർവെൽ കഴിഞ്ഞപ്പോഴും തിയേറ്ററിൽ എത്തൂല. ഓ സ്പീഡ് പോടാം. സമ്മതിക്കൂല. അല്ല ഇതേത് വഴി? അവള് ഇവിടെ പോലെ തന്നെയാ. വീട് കഴിഞ്ഞാൽ കോളേജ്, കോളേജ് കഴിഞ്ഞാൽ വീട്. ഒരു പാവം കൊച്ച. സോറി ഏട്ടാ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? തനിക്കൊന്നും കണ്ണില്ലേ? നിങ്ങളുടെ സ്പീഡ് കയറാണ് ഓരോന്ന് ഇറങ്ങി കോരാ. ഓഹോ, താമന്ന് കുറുക്കി ചാടി ഞങ്ങളെ തലേ കയറാൻ തരണം. തനിക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി വീഡിയോ വെച്ചിട്ട് ബസ്സിൽ പോടാം. സമയം പോട്ടെ ഒന്ന്. എവിടെ നിന്ന് ഇടിയടാ സാധനത്തിന്? സമയായി കിഴങ്ങിന്റെ കാര്യം. ഞാൻ ഏതായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് നേരത്തെ ഇറങ്ങാൻ. സിനിമയും കാണാൻ പറ്റില്ല. നീ എല്ലാം റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കി. എന്നെ പറയണോ? നീ പൈസ കൊടുക്കായ സപ്ലിയുടെ പൈസ നിന്റെ ഉണ്ടല്ലോ, ആദ്യം എടുത്ത് കൊടുത്താൽ മതി. നിനക്കും ഉണ്ട് സപ്ലി. അമ്മയുടെ കാര്യം. അവളെ ഫോൺ എടുക്കണില്ല. ഓ അത് സാരമില്ല, ക്ലാസ്സിൽ വല്ലതും ആയിരിക്കും. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാമല്ലോ. അറിയാ നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾക്കൂട്ടം. ഇനി നിന്റെ അച്ഛനെങ്ങാനും പോടാ, ചേച്ചി പെണ്ണാണോ വന്നത്? അപ്പൊ ചെറുക്കനെ കണ്ടേ? ഓ എനിക്ക് വയ്യ. എടി ഒരു അളിയെത്തി അളിയനെ കണ്ടില്ലെങ്കിൽ അത് മോശമാണ്. ഇനി വന്നേ പോടാ, എനിക്ക് വയ്യ. ഇത് കാര്യം. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. എപ്പോഴായാലും കാണേണ്ടതില്ലേ? ഇതാണോ ഇളയ മോള്? ഹായ് എന്നെ. നമ്മള് കറക്റ്റ് സമയത്താണ് എത്തിയ അല്ലേ ആൻറ്റി? ഇതാരാ? ഇത് ആൻറ്റി എന്നെ മനസ്സിലായില്ലേ? ഞങ്ങളെ ബെസ്റ്റ്. ഹാ, ചാന്ദിനി ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ. ആളെ എന്ത് ചെയ്യണ്? ഇതെന്റെ സഹോദരനാ, പയ്യനൊന്നും അല്ല. സഹോദരനായിരുന്നു. എന്നാലും ഒരെണ്ണം കൂടെ കെട്ടാം. നമ്മളവിടെയൊക്കെ ചുപ്പിടുന്നതാണ് പയ്യൻ. മോക്കിന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അറിയാതപ്പോ ക്ലാസ്സിൽ കയറി. എന്നാ നമുക്ക് ഇറങ്ങാം. അപ്പൊ ശരി ആൻറ്റി, കല്യാണത്തിന് കാണാമേ. അളിയാ, നാളെ മര്യാദക്ക് പടത്തിന് ടിക്കറ്റ് എടുത്തോളാം. ഇന്നത്തെ പോലെ തേക്കല്ലേ. അഭിനയം പഠിക്കാൻ പോകാനാ? അല്ലേ തന്നെ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഈ മൊബൈലും നോക്കി നടക്കണ പോരാഞ്ഞിട്ട് ഇനി ലക്ഷങ്ങൾ മുടക്കി നിന്ന് അഭിനയിക്കാൻ കൂടെ ഞാൻ വിടാം. ഈ ലക്ഷങ്ങൾ മുടക്കി തന്നെയല്ലേ അച്ഛൻ ചേച്ചി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ടത്? അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിലേ അവൾ അന്തസ്സായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അല്ല നിന്നെ പോലെ സിനിമയും അഭിനയം കൊണ്ട് നടക്കുകയല്ല. അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് 4 ലക്ഷം പഠിച്ച് വല്ല ജോലിയും നേടാൻ നോക്കും. അച്ഛന് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലാതെ അവളുടെ പുരാണമൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറഞ്ഞാലും ഒരു ചാന്തിന്. നിർത്ത്. ഞാൻ ഒന്നും പറയണില്ല. ഇവിടെ നിന്നാലല്ലേ നിങ്ങളുടെ പുച്ഛം പരിഹാസമൊക്കെ സഹിക്കേണ്ടി വരുള്ളൂ. പോയാലും നീ എവിടം വരെ പോകുമെന്ന് കാണണമല്ലോ. ഡേ, നീ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സും കഴിക്കുന്ന ഭക്ഷണമൊക്കെ എൻ്റെ പൈസയാണെന്ന് ഓർമ്മ വേണം.
എടി നീ നിപ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന എങ്ങനെയാണ്? പിന്നെ ഇത്രയും കേട്ട് അവിടെ നിൽക്കണമായിരുന്നോ? എടി അങ്ങനെയല്ല, നീ എൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീട്ടിൽ എന്തൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ നിൽക്കണമെന്ന് അറിയോ? സോ റിലാക്സ്. എടാ നിനക്ക് ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ആ വീട്ടിൽ ഇത്രയും കാലം അനുഭവിച്ച് എനിക്കല്ലേ അറിയൂ. എന്തോ എല്ലാ സബ്ജക്റ്റിനും മാർക്ക് കൊടുക്കും. ഇങ്ങനെയാണെങ്കിൽ തോക്കുകയും ചെയ്ത്. അതെങ്ങനെ ഫുൾ ടൈം TV കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കാത്തത്? എല്ലാ തവണയും അവള് ക്ലാസ് ഫസ്റ്റാ. നിങ്ങൾ മോങ്ങിക്കൊണ്ടിരിക്കാതെ പോയിരുന്നു പഠിക്കാൻ നോക്ക്. മോളെ അത് എടുക്കല്ലേ, കൈ മുറിയും. ഒരു സാധനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോണ്ട. അമ്മ ഞാനല്ല. ഒരു അക്ഷരം മിണ്ടി പോയത് ചെയ്തിട്ട് കള്ളം പറയണ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു. അരുതെന്നെങ്കിൽ എന്നെ ശപിക്കരുത്. മതത്വത്തിന് മുന്നിൽ നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആര്യ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അത് വെച്ചാ കലോത്സവത്തിന്റെ പ്രാക്ടീസ്. ഇങ്ങനെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് നടന്നാലേ നീ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകണില്ല. ഇപ്പൊ തന്നെ ടീച്ചർമാർ വരെ പറയാൻ തുടങ്ങി നിനക്ക് എൻ്റെ ചേച്ചിയുടെ പകുതി ബുദ്ധി പോലും ഇല്ലാന്ന്. അവളുടെ ഒരു അഭിനയം ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്നതാ എന്തിനും ഇതിനൊരു ചാന്ദിനി. ആദ്യമൊക്കെ എനിക്ക് അച്ഛൻ്റെ അടുത്തായിരുന്നു ദേഷ്യം. പിന്നെ എനിക്ക് മനസ്സിലായി അവളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പെർഫെക്റ്റ് ഡോക്ടർ ആവാൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് അവളുടെ പെർഫെക്റ്റ് ഡോക്ടർ ലേബലൊന്ന് മാറ്റി കൊടുക്കണം. നീ ഒന്ന് സമാധാനപ്പെട്. നീ മറ്റേ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്തായി? എന്തായാലും നീ ആ വീട്ടിൽ പോയി ഇറക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എടി നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഇല്ലടാ, വിശപ്പില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഇടയ്ക്കൊക്കെ നീ മിക്ക ദിവസവും ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഹലോ, എത്തിയായിരുന്നു. ഒരു മിനിറ്റ്. എടാ ഫുഡ് വന്നൊന്ന് വാങ്ങിച്ചിട്ട് വരുമോ? എനിക്കിപ്പോൾ തന്നെ മെയിൽ സെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ സീനോ. നീ എന്താ ഇവിടെ? എന്താ പെൺകുട്ടികൾ ഡെലിവറി ആണ് കണ്ടിട്ടില്ലേ? നീ അത് വിടി. എടി, ഇത് അച്ഛനറിഞ്ഞ എന്താവും? ആരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. നീ നിന്റെ കാര്യം നോക്ക്, എന്നോടുള്ള ഭരിക്കാൻ വരില്ലേ. ഈ പൈസ ഉണ്ടാക്കണത് ഇത്ര പാടുള്ള പരിപാടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വണ്ടി പിടിച്ച് മനുഷ്യൻ്റെ നടു റബ്ബറായി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വേണ്ടാത്ത പണിക്കൊന്നും പോലും. അളിയാ, അതിൻ്റെ ചേച്ചിയില്ലേ? ചാന്ദിനി, ഇതാണോ കല്യാണം കഴിക്കാൻ പോണ ആള്? അരുൺ ഇന്ന് വിളിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ ചാന്ദിനിയായിട്ട് UK തന്നെ സെറ്റിൽ ചെയ്യാനാ ഒരു പ്ലാൻ. ആഹാ, അത് കൊള്ളാലോ. അവന്റെ കമ്പനി തന്നെ നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാലോ. ശരിയാണ്.
നോക്കണേ? അല്ല കീ ഇവിടെ വെച്ചിരുന്നതാണ്. വെളിച്ചൊട്ടിട്ടൊക്കെ നോക്കണം. നോക്കണം. മിക്കവാറും അച്ചെടുത്ത് മാറ്റിക്കാണും. ബ്ലേഡി എത്താൻ. അയ്യോ, അപ്പൊ നീ എങ്ങനെ കയറും? പതുക്കെ പറയൂ, നാട്ടുകാർ അറിയിക്കാതെ. നമ്മൾ എങ്ങനെ കയറും? നമ്മളാ? നീ അതല്ലേ ഞാനും ആലോചിക്കുന്നത്. ഒരു വഴിയുണ്ട്. പയ്യെ. ആ ഇതാ. അപ്പൊ ഇത് സ്ഥിരമാണല്ലേ? അവർ 150 പേരുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി ഒരു 350 കൂട്ടാമല്ലേ? ആ പിന്നെ ചേട്ടാ, ആ സ്റ്റേയുടെ കാര്യം കൂടെ നോക്കണേ. അത് പറഞ്ഞ് ഓർമ്മിപ്പിച്ച നന്നായി. പറ മോനെ. ഇവിടുന്ന് ആരാ മോനെ? ഹലോ മോനെ, മോനെ. എന്തു പറ്റിയിട്ടാ ചേട്ടാ? പറ, എന്തു പറ്റീന്ന്? മോളെ, മോളെ. എന്തു പറ്റി? വിടറേ. കാര്യം എന്താന്നും പറ. അവർ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞു ചാന്ദിനിക്ക് എന്തോ പ്രശ്നമുണ്ട്, കല്യാണം നടന്ന അധികം നാൾ മുമ്പോട്ട് പോകില്ലെന്ന്. ഇവിടുന്ന് ആര് വിളിക്കേ? ഇവിടുന്ന് ആരായിരിക്കും? സ്വന്തം ചേച്ചിയുടെ കല്യാണം മുടക്കാൻ മതി. എന്ത് തെറ്റാടി നിന്നോട് അവൾ ചെയ്തത്? അച്ഛാ, ഞാനല്ല. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. അച്ഛൻ മതി. നീ ഇനി അവളുടെ വക്കാലത്ത് പിടിക്കാൻ വരണ്ട. അവളല്ല. ചേച്ചി എന്തു പറ്റി? ചേച്ചി ചേച്ചി ഇതാണോ? പയ്യ പതുക്കെ. ചേച്ചി 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 എണീക്ക് എണീക്ക്. ചേച്ചി ചേച്ചി എന്താ പറ്റിയേ? ചേച്ചി ഞാൻ അമ്മയച്ഛനെ വിളിക്കാം. ചേച്ചി പിന്നെ ഇതെന്തിൻ്റെ മരുന്നാ? ഇത്രയും നാളും ചേച്ചിയുടെ ലൈഫ് പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല കോളേജ്, നല്ല ജോലി, നിങ്ങളുടെ മുന്നിൽ പെർഫെക്റ്റ് ഡോക്ടർ. പക്ഷെ ശരിക്കും ചേച്ചി എന്താ അനുഭവിച്ചെന്ന് നമ്മളാരും മനസ്സിലാക്കിയില്ല. നിന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. മോളെ,
കഴിഞ്ഞ എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ ചിലതിനൊക്കെ 2-3 മാർക്കൊക്കെ കുറവാണ്. ഇത് റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. മോള് പോയിരുന്ന് പഠിക്കും. എടീ, നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ട്യൂഷൻ കൂടെ വിടാം കേട്ടോ. മോളെ അത് എടുക്കല്ലേ, കൈ മുറിയും. ഒരു സാധനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോണ്ട. അമ്മ ഞാനല്ല. ഒരു അക്ഷരം മിണ്ടി പോയത്. ചെയ്തിട്ട് കള്ളം പറയണ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അതച്ചാ കലോത്സവത്തിന്റെ പ്രാക്ടീസ്. ഇങ്ങനെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് നടന്നാലേ നീ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകണില്ല. ഇപ്പൊ തന്നെ ടീച്ചർമാർ വരെ പറയാൻ തുടങ്ങി നിനക്ക് എൻ്റെ ചേച്ചിയുടെ പകുതി ബുദ്ധി പോലുമില്ലാന്ന്. അവളുടെ ഒരു അഭിനയം. അന്ന് എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ പ്രാവശ്യം വന്നു. അന്നൊക്കെ സ്ട്രെസ്സാന്ന് കരുതി എന്തൊക്കെയോ മരുന്ന് കഴിച്ചു. പക്ഷെ പിന്നീട് ഒരു ദിവസം, എടാ പ്ലീസ് അങ്ങനെ പറയല്ലേ, എനിക്ക് ഒരു ചാൻസും കൂടെ താ. ചാന്ദിനി, കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നീ ഇത് തന്നെയല്ലേ പറയുന്നേ? നിനക്ക് ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരോട് പറയാൻ പറ്റില്ലെങ്കിൽ എന്നെ ഇങ്ങനൊരു കോമാളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു. എടാ എൻ്റെ വീട്ടിലെ അവസ്ഥ. നീ വെറുതെ ഓരോ എക്സ്ക്യൂസസ് പറയല്ലേ. എക്സ്ക്യൂസ് അല്ലടാ. എടി, നിനക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ വന്ന് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാം. അയ്യോ അത് വേണ്ട. എന്നാൽ എനിക്കിത് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഇനി എൻ്റെ ലൈഫ് നിനക്ക് വേണ്ടി സ്പോയിൽ ചെയ്യാൻ എനിക്ക് വയ്യ. ഹലോ ഹലോ ചാന്ദിനി ഇപ്പോൾ ഓക്കെ ആണോ? ബെറ്ററാണ് ഡോക്ടർ. താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തനിക്ക് ഈ ആങ്സൈറ്റിയുടെ സിംറ്റംസ് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. താൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതും ആരോടും ഇത് ഷെയർ ചെയ്യാത്തതും കൊണ്ടാണ് ഇത് ഇത്രയും സിവിയർ ആയത്. തനിക്കിപ്പോൾ ഉണ്ടായത് ഒരു മേജർ പാനിക് അറ്റാക്കാണ്. താൻ പേടിക്കണ്ട. നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതാം. തെറാപ്പി നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചാന്ദിനി, താൻ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഫാമിലിയോട് ഡിസ്കസ് ചെയ്യണം. ഈ ആങ്സൈറ്റിയുടെ റൂട്ട് കോസ് അറിയണമെങ്കിൽ ചാന്ദിനിയുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവർ ചാന്ദിനിക്ക് തരുന്ന മെൻ്റലും ഇമോഷണലുമായിട്ടുള്ള സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അതല്ലാതെ ഇപ്പോഴും എല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ അത് തൻ്റെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും ഒരുപാട് ബാധിക്കും. ചാന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട്? ഡോക്ടർ പറഞ്ഞിട്ടും എൻ്റെ വീക്ക്നെസ്സും നിങ്ങൾ ആരെ കാണിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും എല്ലാം ഒറ്റയ്ക്ക് തന്നെ സഹിക്കാൻ തീരുമാനിച്ചു.
ചാന്ദിനി, താൻ ഈ സെഷൻസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൻ്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശം. താൻ തൻ്റെ വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല ഡോക്ടർ. തന്നോട് ഞാൻ പറഞ്ഞല്ലേ, സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്, അത് അപകടമാണ്. താൻ എന്തായാലും തൻ്റെ എൻഗേജ്മെൻറ്റിന് മുന്നേ വീട്ടിൽ ഈ കാര്യം അറിയിക്കണം. ഓക്കെ ഡോക്ടർ. ആ പ്രിസ്ക്രിപ്ഷൻ. എനിക്ക് നിങ്ങളോട് ഒരു പരാതിയില്ല. കാരണം ചെറുപ്പം തൊട്ട് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം തന്നെ. പക്ഷെ എപ്പോഴും എന്നെ ഒന്നാമതാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശരിക്കും എന്താ ആഗ്രഹം എന്ന് ചോദിക്കാൻ നിങ്ങൾ മറന്നുപോയി. എനിക്ക് കിട്ടിയ ഓരോ മാർക്കിലും ഓരോ പ്രൈസിലും ഓരോ അച്ചീവ്മെൻറ്റിലും എല്ലാവരും കൈയടിച്ചു. പക്ഷെ അതിനൊക്കെ വേണ്ടി ഞാനെന്താ ഉപേക്ഷിച്ചെന്ന് ആരും കണ്ടില്ല. ആദ്യമൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നു. പിന്നെ പിന്നെ എൻ്റെ തീരുമാനങ്ങൾ പോലും, എന്തു പഠിക്കണം, എവിടെ ജോലി ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ. അങ്ങനെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കല്യാണം പോലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിലാണ് തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ കൂടെ UK സെറ്റിലാവുന്ന എന്തോ വലിയ കാര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഓക്കെയാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു. ഒരിക്കലും നിങ്ങളോട് നോ പറയാൻ പറ്റാത്ത എനിക്ക് പിന്നെ ജീവിതത്തിൽ ആരോടും നോ പറയാൻ പറ്റാതായി. എൻ്റെ ഓരോ ജയങ്ങളും നിങ്ങളെ എത്ര സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ ജയങ്ങൾക്കിടയിൽ ഞാൻ തോറ്റു. നിങ്ങളുടെ മുമ്പിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സന്തോഷമല്ലാത്തപ്പോഴും ഞാൻ സന്തോഷം അഭിനയിച്ചു. വിഷമമുള്ളപ്പോഴും ഞാൻ ഓക്കെ ആയിട്ട് കാണിച്ചു. പിന്നെ പിന്നെ ഞാൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാണ്ടായിപ്പോ. ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ ചെക്കൻ മോശമായതുകൊണ്ടല്ല. എനിക്കിനി ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇനിയെങ്കിലും എനിക്ക് എന്നെ മനസ്സിലാക്കി എൻ്റെ ആഗ്രഹത്തിന് ജീവിക്കാനുള്ള കൊതി കൊണ്ട്. സമൂഹത്തിന്റെ മുമ്പിൽ സ്വയം അഭിമാനിക്കാൻ വേണ്ടി പെർഫെക്റ്റ് കുട്ടികളെ വാർത്തെടുക്കാനാണ് പല പാരൻസും ശ്രമിക്കുന്നത്. കുഞ്ഞുനാൾ മുതലേ മക്കളുടെ മുകളിൽ പാരൻസ് അമിതമായ എക്സ്പെക്ടേഷൻസ് വെക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആ ഭാരം താങ്ങാൻ പറ്റണമെന്നില്ല. നിന്റെ ചേച്ചിയെ കണ്ടു പഠിക്കും, അവളുടെ പാതി ബുദ്ധി നിനക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പാരൻസ് മക്കളെ തമ്മിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ കൂടപ്പറപ്പുകളെ പരസ്പരം മത്സരിപ്പിച്ച് അവർക്കിടയിലെ സ്നേഹവും ആ ബോണ്ടിങ്ങും തന്നെ ഇല്ലാതാക്കുകയാണ്. നന്നായി പഠിക്കുകയും ട്രോഫികൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന കുട്ടിയെ അടുത്ത ലെവലിലേക്ക് എത്താൻ പ്രഷർ ചെയ്യുമ്പോൾ, പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിയാത്ത കുട്ടിയെ വേസ്റ്റ് എന്നും ഒന്നിനും കൊള്ളില്ലെന്നും മുദ്ര കുത്തുമ്പോൾ അവിടെ പാരൻസ് ഇല്ലാതാക്കുന്നത് രണ്ട് കുട്ടികളുടെയും ജീവിതവും സന്തോഷമാണ്. മാർക്ക് ലിസ്റ്റിലെ ഗ്രേഡുകളും സൊസൈറ്റിയിലെ പെർഫെക്റ്റ് എന്ന ടാഗിനെക്കാളുമെല്ലാം മക്കളുടെ മാനസികാരോഗ്യമാണ് വലുതെന്ന് ഓരോ പാരൻസും തിരിച്ചറിയണം. ഇനിയെങ്കിലും മക്കളെ ആരുമായി കമ്പയർ ചെയ്യാതെ അവരുടെ കഴിവുകളെ പോലെ തന്നെ അവരുടെ കുറവുകളെയും സ്നേഹിക്കാൻ ഓരോ പാരൻസിനും കഴിയട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടി വരുന്ന ഈ കാലത്ത് പ്രോപ്പർ ടൈമിൽ ഹെൽപ്പ് നേടാൻ ആരും മടി കാണിക്കാതിരിക്കുക. ഇത്തരം വീഡിയോസ് പലരെയും മാറി ചിന്തിക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.